CPIM ഭരിക്കുന്ന അടൂർ സഹകരണ ബാങ്കിലെ വൻ ക്രമക്കേടുകൾ തുറന്നു പറയുകയാണ് മുതിർന്ന നേതാവിന്റെ ഭാര്യ. അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ വയ്യാത്തതിനാൽ രാജിവെക്കുന്നുവെന്നാണ് മുൻ MLAയും മുതിർന്ന നേതാവുമായ R. ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ ഒത്തിരി നടന്നു. പാർട്ടിക്കാർക്കെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും അവയുടെ പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ആയിട്ട് വീതിച്ചതാ. നാട്ടും അങ്ങനെ അതും പരിധിയിലല്ലാതെ വളരെ ഗുരുതരമായ മാനസിക ഇതൊക്കെ ഉള്ളവർക്ക് വരെയാണ് ആ ലോൺ കൊടുത്തിരിക്കുന്നത്. ചിലരുടെ അവരറിയാത്ത പോലും അവരുടെ പ്രമാണം വെച്ച് ലോൺ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരം വളരെ ക്രമക്കേടുകൾ അവിടെ കണ്ടെത്തി. 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് ബാങ്ക് പ്രസിഡന്റായിരുന്ന പൊൻതാമര പിള്ള പറയുന്നത്. ഷിജോ കുര്യനാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, ഗുഡ് ഈവനിങ്. ഷിജോ, ഇതിപ്പോൾ പറഞ്ഞ പോലെ CPIM-ന് വലിയ തലവേദനയാകും, ഒരു സംശയമില്ല. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഈ ബാങ്കിലെ ക്രമക്കേടിങ്ങനെ തുറന്നു പറയുന്നു. അത് മുൻ MLAയുടെ ഭാര്യ കൂടിയാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, അമൽ, എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് CPM-ന് തലവേദനയാകുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായിട്ട് മുൻ MLAയുടെ ഭാര്യയും CPIM ഭരിക്കുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായിരുന്ന പൊൻതാമര പിള്ള ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രസിഡന്റിന്റെ കാലത്ത് ബാങ്കിൽ 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രമക്കേട് താൻ കണ്ടെത്തുകയും ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം, ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണമെന്ന് താൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണ്. അതിനകത്ത് പ്രാദേശികമായിട്ടുള്ള CPM നേതാക്കൾ കൂടിയാണ് എന്നുള്ള ആരോപണം കൂടി മുൻ MLAയും അതുപോലെ തന്നെ CPM-ന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ പൊൻതാമരപിള്ള വാർത്താസമ്മേളനം വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് CPM-നെ സംബന്ധിച്ചുകൊണ്ട് വലിയ തിരിച്ചടിയാകുന്ന ഒരു കാര്യമാണ്. കാരണം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്യും. കാരണം ഒരു CPM-ന്റെ മുൻ MLAയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ തന്നെയാണ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. മുൻ പ്രസിഡന്റിന്റെ കാലത്ത് ബാങ്കിൽ 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നു. ആ ക്രമക്കേടിന് താൻ കൂട്ടു നിൽക്കാത്തതിനാൽ ബാങ്കിലെ ജീവനക്കാർ പോലും എന്നോട് സഹകരിക്കുന്നില്ല. അത് മാത്രമല്ല, ബാങ്ക് ജീവനക്കാർ പോലും ബാങ്കിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യവും പൊൻതാമരപിള്ള വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അതേസമയം ക്രമക്കേട് തെളിയിക്കേണ്ടതുള്ളതിനാൽ ബോർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടില്ല. അഴിമതിക്കെതിരെ ശക്തമായി പോരാടും, പാർട്ടിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പൊൻതാമരപിള്ള വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.